അതേട്ടാ, നാളെ ഞായറാഴ്ചയല്ലേ? അപ്പൊ കുട്ടീനെയും കൊണ്ട് നമുക്ക് പുറത്ത് പോയാലോ? ഔട്ടിങ് പോയാലോ? അല്ലെങ്കിൽ തന്നെ ഞാനിപ്പോ വർക്ക് ചെയ്തിട്ട് ഒരുപാട് ക്ഷീണിച്ചിട്ട് ആകെ 5 ദിവസം 6 ദിവസം പണിയെടുത്തിട്ടേ നാളെ ഒന്ന് വീട്ടിൽ കിടന്ന് ഉറങ്ങാ പറഞ്ഞിട്ട് വിചാരിച്ചിരിക്കുകയാണ്. നാളെ തന്നെ പോണം. ഞങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത ആഴ്ച പോവാം. വേണ്ട, നാളെ തന്നെ പോണം. നാളെ ഒന്നും പോകാൻ പറ്റില്ല, എനിക്ക് വേറെ കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ തന്നെ ഞാൻ വർക്ക് ചെയ്തിട്ട് ആകെ ടയേർഡാണ്. നാളെ ഒരു ദിവസം വീട്ടിൽ എനിക്ക് ഉച്ച വരെ കിടന്ന് ഉറങ്ങണം. എന്താ കാര്യം? എന്താ കാര്യം പറഞ്ഞാ വർക്കിന് പോണവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. ഒരു ദിവസം എങ്ങനെയെങ്കിലൊക്കെ വീട്ടില് ഒന്ന് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടല്ലേ വിചാരിക്കണത്. അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കുട്ടി കുറെ ദിവസമായി പോണം പോണം പറയുന്നു. നാളെ ആകുമ്പോ ഒഴിവുമാണ്. അത് തന്നെ എന്തായാലും പുറത്തു പോയേ പറ്റുള്ളൂ. ഒന്നാമത്തത് അവന് എക്സാം ഒക്കെയാണ് വരുന്നത്. ആ എക്സാം ഒക്കെ ഒന്ന് കഴിയട്ടെ. ഇതിപ്പോ ഡിസംബർ അല്ലേ, 10 ദിവസം കഴിഞ്ഞ എക്സാം ആയി. എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ 2 ദിവസം ടൂർ പോവാം. ഊട്ടിക്കോ മൂന്നാർക്കോ കൊടൈക്കനാലോ എവിടെ വേണമെങ്കിലും പോവാം. ഇവിടെ 108 കാര്യങ്ങൾ ടെൻഷന്റെ ഇടയിലാണ് പിന്നെ അവിടെ ടൂർ പോകണം പറഞ്ഞിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ തൊഴിലില്ല. ഹലോ, എന്താ നമ്മളുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ടൂറാ? എപ്പോഴാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? നമ്മുടെ ക്ലാസ്സിൽ പഠിച്ച എല്ലാവരും വരുന്നുണ്ടോ? 10ാം ക്ലാസ്സിൽ പഠിച്ച എല്ലാവരും വരുന്നുണ്ടോ? രമേശ്, രഘു, അതെയാ, പൂർവ്വ വിദ്യാർത്ഥികളുടെ ഇത് കഴിഞ്ഞ ആഴ്ച ഞാൻ വിളിച്ചു പറഞ്ഞല്ലോ, പക്ഷെ നിങ്ങൾ ഡേറ്റ് പറഞ്ഞില്ല എൻ്റെ അടുത്ത്. അതെയാ, നാളെയാണ് എന്നിട്ട് ടൂർ പോണത് ഊട്ടിക്കാ? എല്ലാവരും വരുന്നുണ്ടാ? അതെയാ, ശരി ശരി ശരി, ഓക്കെ, ഞാൻ വരാം. ശരി, ഞാനപ്പോ അവിടെ നിൽക്കേണ്ടത്? ഒറ്റ ദിവസത്തെ ടൂറല്ലേ ഉള്ളൂ, ഞായറാഴ്ചക്ക് ഒറ്റ ദിവസത്തെ ടൂറല്ലേ ഉള്ളൂ. ശരി, ഓക്കെ, ഞാൻ വരടാ. ശരി, എന്തായാലും നമ്മുടെ പഴയ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് കാണണല്ലോ. ഓക്കെ, ഡൺ. ശരി. ഇല്ല, ഞാന് 10ാം ക്ലാസ്സിൽ പഠിച്ച എന്റെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു പ്രോഗ്രാം ഒക്കെ നടത്തണം പറഞ്ഞിട്ട് അന്ന് പോയിട്ടുണ്ടായിരുന്നില്ലേ, പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു പ്രോഗ്രാം. അവര് നാളെയാണ് ഊട്ടിക്ക് ടൂർ പോകണം പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു. അപ്പൊ ഞാനെന്തായാലും ടൂറൊന്നും പോയിട്ട് വരാം. ഊട്ടിക്ക് നടക്കില്ല. ഞങ്ങളെയും കൊണ്ട് നാളെ പുറത്ത് പോയാൽ പറ്റുള്ളൂ. ഫാമിലിയിലെ വലുത്, അല്ലാതെ പൂർവ്വ വിദ്യാർത്ഥികളൊന്നും അല്ലല്ലോ വലുത്, ഫ്രണ്ട്സ് ഒന്നും അല്ലല്ലോ. ഞങ്ങൾക്ക് നാളെ പോണം. ഞങ്ങളെ പുറത്ത് കൊണ്ടുപോയിട്ട് എല്ലാം കാണിച്ചു തരാം. നിങ്ങൾ അവരുടെ അടുത്ത് വിളിച്ച് പറയും വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മതി, ഒരു കുഴപ്പമില്ല. എങ്ങനെ പറയാ, ഞാൻ അത് കുഴപ്പമില്ല. അങ്ങനെ പറഞ്ഞു. ഹലോ, അല്ലടാ, അതൊന്നുമല്ല, ഞാൻ നാളെ വരുന്നില്ലടാ. ഞാൻ വൈഫിന് പനിയായിട്ടേ നാളെ ഓൾറെഡി പനിയായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഞാനത് പറയാൻ വിട്ടുപോയി. വരാന്ന് പറഞ്ഞാണ്, പക്ഷെ പനിയാണ്, വീട്ടില് വൈഫ് പനിയായിട്ട് ഇരിക്കണം. അതുപോലെ ഞാൻ എന്തായാലും ഇപ്രാവശ്യം ടൂർ നിൽക്കണം. നിങ്ങൾ പോയിട്ട് വരും. എന്തായാലും ഞാൻ അടുത്ത ഒരു ടൂറിൽ ഞാൻ പങ്കെടുക്കാം. അല്ല, വരണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. നമ്മുടെ ടീച്ചർമാരും അതുപോലെ നമ്മളൊപ്പം പഠിച്ചവരും എല്ലാവരും ഉണ്ട്. ഒരുപാട് ആഗ്രഹമാണ്. പക്ഷെ എന്താ പറയാ, കുഴപ്പമില്ല. എന്തായാലും അടുത്ത പ്രാവശ്യം ഞാൻ നീ കാരണം ഇപ്പൊ എന്താ ടൂർ പോകണമെന്ന് കൂടി മുടങ്ങിയില്ലേ? ഇതൊന്നും കുഴപ്പമില്ല, മുടങ്ങിയില്ലേ. ഞങ്ങളെയും കൊണ്ട് നാളെ പോയി, അതാ നല്ലത്. പൂർവ്വ വിദ്യാർത്ഥി സംഗമം, ആ സംഗമം, ഈ സംഗമം, ഓരോ ഒഴിവുകളും പറയുന്നു. ഞാൻ അല്ലെങ്കിൽ തന്നെ ഞായറാഴ്ച ഒരു ദിവസം വീട്ടിൽ കൊണ്ടാണ് കിടന്നുറങ്ങാന്ന് കുഴപ്പമില്ല, ഒരു ഞായറാഴ്ചയല്ലേ, അപ്പൊ പോയ കുഴപ്പമൊന്നുമില്ല. ബാക്കിയുള്ള ഞായറാഴ്ചയൊക്കെ റെസ്റ്റ് പോകുന്നു. നാളെ ഞങ്ങളെ കൊണ്ട് പോയേ പറ്റുള്ളൂ.
ശരി എന്നാ പോവാം. ആ ഓക്കെ. ശരി. ഒരു ചായ എടുക്കട്ടെ കുടിക്കാൻ. ഓ തലവേദന. ശരി.